പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. 909 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. കടുവ, പുലി, കാട്ടാന, കരടി, കാട്ടുപോത്ത് എന്നിങ്ങനെ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. വയനാടിനെ വീണ്ടും കണ്ണീരിലാഴ്ത്തി കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ ഒരു ജീവൻ കൂടി നഷ്ടമായി. ചാലിഗദ്ദയിൽ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ഇതടക്കമുള്ള വന്യജീവി ആക്രമണങ്ങളുടെ വിവരങ്ങളുമായി പ്രത്യേക ലൈവത്തോൺ ആരംഭിക്കുന്നു. വന്യം ക്രൂരം. ഇങ്ങനെ മലയോര മേഖലകളിൽ ഭീതിയുടെ അന്തരീക്ഷമുണ്ട്. വയനാട്ടിൽ ആ സ്ഥിതിയുണ്ട്, ഇടുക്കിയിലുണ്ട്, മലയോര മേഖലകളിലൊക്കെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങളുമായി 24 പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്ന തോൽപ്പെട്ടി വനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. നാഗർഹോള ഭാഗത്തേക്കാണ് ആ സഞ്ചാരം. നിലവിൽ ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപത്തെ വനമേഖലയിൽ ആനയുണ്ട് എന്നാണ് സൂചന. വനംവകുപ്പിന്റെ ട്രാക്കിംഗ് ടീം വനത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിനായി കുങ്കിയാനകളെ ഇതിനോടകം ചാലിഗദ്ദയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പടമല അൽഫോൺസ പള്ളിയിൽ നടക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിൽ സർക്കാരിന് മെല്ലെപ്പോക്കാണെന്നും അദ്ദേഹം പറയുന്നു. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നവർ നിയമ ഭേദഗതിയുടെ കാര്യം പറയേണ്ടിടത്ത് പറയാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. ആ പ്രതികരണത്തിൽ നിന്ന് ആരംഭിക്കാം. നമ്മുടെ ഓരോ ദൗത്യവും നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും നൽകുമല്ലോ. അതൊക്കെ പരിശോധിച്ചു. അതുകൊണ്ടാണ് ഒരു നിരീക്ഷണം അത്യാവശ്യമാണെന്ന് തീരുമാനിച്ചത്. പിന്നെ മുൻ അനുഭവത്തിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ആ ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിക്കുക എന്നതാണ് ഇനി കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം നമ്മൾ നടത്തുക. അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടി വെച്ച് അതിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ അവിടെ എലിഫൻ്റ് ആംബുലൻസിൽ കയറ്റി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റുകളോട് സമരം എന്നതിനും അപ്പുറം ക്രിയാത്മകമായ പ്രവർത്തനത്തിലേക്ക് ഈ പറഞ്ഞ 2 കൊല്ലമായി ഇതുവരെ ആരും മുന്നോട്ട് വന്നതായി കാണുന്നില്ല. ഞങ്ങളുടെ പരിമിതി തന്നെയാണ് അവർക്കുള്ളത് എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാവരും അവർക്ക് മനഃപൂർവ്വമല്ല, അവർക്കും അങ്ങനെ പറയാമെന്നല്ലാതെ ഭേദഗതി വരുത്താനുള്ള നിയമപരമായ അധികാരം കേന്ദ്ര സർക്കാരിനാണ് എന്നിരിക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ച് ചോദ്യോത്തരങ്ങൾ നടത്തിക്കൊണ്ട് എന്താ കാര്യം? ആ സമ്മർദ്ദം ഞങ്ങൾ ചെലുത്തുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 2 കൊല്ലമായി നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്ര നിയമം മാറ്റേണ്ടതുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, പക്ഷേ ഭേദഗതി കൊണ്ടുവരേണ്ടത് കേന്ദ്രം എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. നമ്മൾ ഇനി പോകുന്നത് മാനന്തവാടിയിലേക്കാണ്, വയനാട്ടിലേക്കാണ്. ബേലൂർ മഗ്നയെ മയക്കുവെടി വെച്ച് പിടികൂടിയാൽ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷമാകും തുടർ നടപടി ഉണ്ടാകുക. തൃശൂരിൽ വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച ഉന്നതതല യോഗം ഇതിനിടെ ആരംഭിച്ചു. മന്ത്രി K രാധാകൃഷ്ണനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സജോ ദേവസ്യ, അരുൺ പാറയ്ക്കൽ, ഒപ്പം സൂരജ് സജി എന്നിവർ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം നമ്മൾ സജോ ദേവസ്യയിലേക്ക് പോകുന്നു. ഈ ദൗത്യം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. സജോ, ഈ ആന കർണാടക വനമേഖലയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിൽ ഒരു മയക്കുവെടി ദൗത്യം അവിടെ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ സജോ?
ഉന്മേഷ്, ഇപ്പോൾ വനം വകുപ്പിന്റെ ഒരു വിശദീകരണം, അനുയോജ്യമായ ഒരു സാഹചര്യം, സ്ഥലം, സന്ദർഭം ഇതെല്ലാം ഒത്തുവന്നാൽ മയക്കുവെടിയിലേക്ക് കടക്കും, ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആളുകളുടെ ഒരു ആവശ്യം, പൊതുവെ ചാലിഗദ്ദയിലെയും മറ്റിടങ്ങളിലെയും ഒക്കെ ആളുകളുടെ ഒരു ആവശ്യം ആനയെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തി അനുയോജ്യമായ സ്ഥലത്തെത്തി മയക്കുവെടി വെച്ച് പിടികൂടി ഈ സ്ഥലത്ത് നിന്ന് മാറ്റിവിടണം, അതല്ലാതെ യാതൊരു സുരക്ഷയും ഈ മേഖലയിലുള്ള ആളുകൾക്കില്ല എന്നതാണ് അവരുടെ ഒരു വിമർശനം. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായ വിവരപ്രകാരം ഇവിടെ ഈ ആനയുടെ സാന്നിധ്യം ഏതാണ്ട് നേരത്തെ ചാലിഗദ്ദയിലാണ്, അതായത് അജീഷ് കൊല്ലപ്പെട്ടത് ചാലിഗദ്ദ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്നൊരു 7-8 കിലോമീറ്റർ ദൂരെയാണ് ചേലൂർ മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന സ്ഥലം. ചേലൂർ അതിവിടെ ഒരു ജനവാസ മേഖലയാണ്. ഇതിനോട് നേരെ എതിർഭാഗത്ത് വനമേഖലയാണ്. ഈ പ്രദേശത്ത് ആനയുടെ സാന്നിധ്യം, അതായത് വേലൂർ മഖനയുടെ സാന്നിധ്യമുണ്ട് എന്നതാണ് റേഡിയോ കോളർ സിഗ്നൽ വഴി ലഭ്യമായ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് പ്രകാരം ലഭ്യമായ വിവരം എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടിയ വിവരം. അതായത് ഈ കാണുന്നതാണ് വനമേഖല, തൊട്ട് ചേർന്ന് ഇവിടെ ജനവാസ മേഖലയാണ്, അതായത് മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന സ്ഥലമാണ്. നേരെ കാണുന്നത് കേരളത്തിൻ്റെ വനമാണ്, അതായത് ആദ്യം പ്ലാന്റേഷനും പിന്നീട് വനവുമാണ്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ ലഭ്യമായ സിഗ്നലിൽ നിന്ന് മനസ്സിലാക്കിയത് നാഗർഹോളം വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗം, അതായത് കർണാടകയുടെ ഫോറസ്റ്റ് വന്യജീവി സങ്കേതമായ അല്ലെങ്കിൽ അവരുടെ വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള വന്യജീവി സങ്കേതമായ നാഗർഹോളയിലേക്ക് വേലൂർ മഖന നീങ്ങി എന്നതാണ്. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ, പൂർണ്ണമായും കർണാടകയുടെ പരിധിക്കുള്ളിലേക്ക് പോവുകയാണെങ്കിൽ ദൗത്യത്തിൻ്റെ ഒരു സാധ്യത ഇല്ല. പക്ഷേ അതേസമയം അതിനുശേഷം വീണ്ടും ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് പ്രകാരം ഇവിടെ നിന്ന് അധികം ദൂരമില്ല, അതായത് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ, 1.5 മുതൽ 3 കിലോമീറ്റർ വരെ ആന ആദ്യഘട്ടത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാകാമെന്നതായിരുന്നു നിഗമനം. പക്ഷേ അതിനുശേഷം കുറച്ചുകൂടി പിൻഭാഗത്ത് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ആനയുടെ സാന്നിധ്യമുണ്ട്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല. യഥാർത്ഥത്തിൽ ഈ മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്താൻ യഥാർത്ഥത്തിൽ അധിക ദൂരം വ്യത്യാസമില്ല. പക്ഷേ അത് നാഗർഹോള വന്യജീവി സങ്കേത പരിസരത്തേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശ്വാസകരമായൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ദൗത്യം ആവശ്യമായി വരില്ല. പക്ഷേ മന്ത്രി പറയുന്നത് ഈ ദൗത്യത്തിലേക്ക് തന്നെ പോകുന്നതിന് പ്രയാസമില്ല, തടസ്സമല്ല എന്ന നിലയ്ക്കുള്ള വിശദീകരണമാണ് മന്ത്രി ഉൾപ്പെടെ വിശദീകരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല നിലയ്ക്കുള്ള ആശങ്കയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വനം വകുപ്പിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം പരിശോധിക്കുകയാണെങ്കിൽ സിഗ്നൽ പ്രകാരം നാഗർഹോള ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നതാണ് ആശ്വാസമായ ഒരു കാര്യം. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ മറ്റ് വിശദാംശങ്ങൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ട്രാക്കിംഗ് ടീം ഇതിനകം തന്നെ ഫോറസ്റ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള കുറച്ച് നാട്ടുകാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? പിടികൂടി മാറ്റുക എന്നതല്ല ഇപ്പോൾ പ്രായോഗികമായ ഒരു കാര്യം, അത് തന്നെ വനത്തിലാണ്, അപ്പോൾ ട്രാക്ക് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. തീർച്ചയായും ഇത് ഇന്നലെ തൊട്ട് വനം വകുപ്പ് പറയുന്നതാണ് അവരുടെ നിയന്ത്രണത്തിലാണെന്ന്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ്. ഇത് കാട് കയറി എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അവസാനത്തെ സ്ഥിരീകരണം. ഇത് റേഡിയോ കോളർ വെച്ചിട്ട് പോലും ഇതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. മറ്റൊന്ന്, ഇത് കാട് കയറി വിട്ടിട്ട് കാര്യമില്ല. ഇത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കയറ്റി വിടാൻ വേണ്ടി കഴിയും. പക്ഷേ അതൊക്കെ കിലോമീറ്ററുകൾ, ഏതാണ്ട് നമുക്ക് നടന്ന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഈ ആന തന്നെ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. അത് ശാശ്വതമായ പരിഹാരമല്ല. കാട് കയറ്റുക എന്നുള്ളതല്ല പരിഹാരം. ആനയെ മയക്കുവെടി വെച്ച് പൂർണ്ണമായും ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് 88 ജീവനുകൾ പൊരിഞ്ഞൊരു പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇനിയും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് പൂർണ്ണമായും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി വന്യമൃഗ ശല്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയുള്ള നാടാണ്. ഇന്നലെ മിനിഞ്ഞാന്നും ഉൾപ്പെടെ മറ്റാനകൾ ഉൾപ്പെടെ പ്രയാസം ഉണ്ടാക്കിയ ഒരു നാടാണ്. ഇത്തരത്തിലുള്ള ഒരു ആന കൂടെ വരുന്നതോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരികയാണ്. ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 3-4 ആളുകൾ കൊല ചെയ്യപ്പെട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ചേലൂർ എന്ന് പറയുന്നത്. അപ്പം പൂർണ്ണമായും ഇതിൻ്റെ ആശങ്ക ഇവിടെ നിന്ന് അകറ്റിയാൽ മാത്രമേ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതായത് ഈ മേഖലയിൽ നിന്ന് പിടിച്ചു മാറ്റുക അല്ലാതെ, അതായത് കാട് കയറി എന്ന് പറഞ്ഞാൽ ആശ്വസിച്ച് പിന്മാറി പോകുന്നത് ശരിയല്ല. അല്ല, കാട് കയറി എന്ന് പറഞ്ഞാൽ കാട് കയറി കഴിഞ്ഞാൽ കാട്ടിൽ തന്നെ അത് നിലനിൽക്കുന്നില്ല. അത് എത്രയും പെട്ടെന്ന് ഒരു 6 മണിയായി കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് തന്നെ വരും. ഒരുപാട് ജനവാസ കേന്ദ്രമാണ്. ചക്കയുണ്ട്, മാങ്ങയുണ്ട്, കൃഷി സാധനങ്ങളുണ്ട്, വാഴയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാട് ഉണങ്ങിക്കിടക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരുന്ന സാഹചര്യമുള്ളത്. ഇതിനെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ജനകീയ സമരത്തിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതിനെ വെടിവെച്ച് കൊന്ന് അതിനെ ഇല്ലാതാക്കി കളയണം എന്നുള്ളതിനാണ്. നിയമപരമായിട്ട് സാധ്യത ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല. അതിനുള്ള നിയമം മാറാപാണ്ഡ്യ പോലുള്ള സബ് കളക്ടർമാർ ഇരുന്ന മാനന്തവാടിയിലാണ് ഇവിടെ ഉള്ളത്. ആ മാനന്തവാടി താലൂക്കിലാണ് നമ്മുടെ ഉള്ളത്. അദ്ദേഹം അന്ന് ഓർഡർ ചെയ്ത ആ ആനേനെ മാനന്തവാടി ടൗണിൽ വെച്ച് ഒരു മനുഷ്യനെ കൊന്ന ആനേനെ എല്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എതിർത്തിട്ട് മാറാപാണ്ഡ്യ ഓർഡർ കൊടുത്ത് കൊന്ന നാടാണിത്. അപ്പം നിയമപരമായിട്ട് നിയമത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. ഇതിനെ കൊല്ലുന്നതിൽ പ്രയാസമൊന്നുമില്ല. ഈ അധികാരികൾ ഇത് വേണ്ട രീതിയിൽ കാണാത്തതുകൊണ്ടാണ്. ഒരു ജീവൻ പൊലിഞ്ഞാലും 10 ജീവൻ പൊലിഞ്ഞാലും 100 ചില്ലറ ആളുകൾ മരിച്ച ഒരു പഞ്ചായത്താണിത്. അതുകൊണ്ട്
അതിനെ ഒന്നെങ്കിൽ വെടിവെച്ചിട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള രണ്ട് ഇതാണുള്ളത്. നമ്മൾ നമ്മുടെ അഭിപ്രായം ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് ഇതിനെ ഇവിടെ തന്നെ നീക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യമായി ചെയ്യേണ്ടത് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഈ കർണാടക വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു കർണാടകയിൽ നിന്ന് ആനയാണ്. അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും കൂടി ഒരു നല്ല രീതിയിൽ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ലൊക്കേറ്റുമായി ബന്ധപ്പെട്ടുള്ള ID-യും സോഫ്റ്റ്വെയറും ഒക്കെ ആശയവിനിമയം നടത്തുകയും വേണം. അതിനുള്ള ID, ലൊക്കേഷൻ ID വനവകുപ്പ്, കർണാടക വനവകുപ്പ്, കേരള വനവകുപ്പിന് നേടിക്കൊടുക്കുകയും വേണം. അനുവദിക്കുകയില്ല. ഇനി ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് ഇങ്ങനൊരു വിഷയത്തിലേക്ക് നമ്മുടെ സമരസമിതി പോകില്ല. എന്നാൽ അതിനെ നിയമനുസൃതമായി എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റുമോ, കാട് തുരുത്താണ്ട് മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതെ ഞാനിന്നലെ ഇന്നലെ ഒരു ജീവൻ വലിയ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവം. എന്ന് വെച്ചാൽ ഞാനിന്നത് രാവിലെ വരെ അവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനക്കൊല്ലി ആനയെ എത്ര പെട്ടെന്ന് ആയാലും പിടിച്ച്, ഇപ്പോൾ ഈ പ്രായോഗികമല്ല വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്. അപ്പോൾ ഇതിനെ പിടിച്ച് മയക്കുവെടി വെച്ച് പ്രധാനമായിട്ടുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റി സുരക്ഷിതമായി ഇവിടുന്ന് മാറ്റാം. എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ കാട്ടിലേക്ക് തുരുത്തി കഴിഞ്ഞാൽ നിലവിലെന്താവും, അതേപോലെ തന്നെ അതിൻ്റെ ഭക്ഷിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു എന്ന് വെച്ചാൽ ജനങ്ങൾ ജനവാസ മേഖലയാണ്, ഫോറസ്റ്റിലാ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് മൊത്തത്തിൽ. അപ്പോൾ വീണ്ടും തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എത്രയും വേഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലവിലുള്ള അനാസ്ഥ മാറ്റിക്കൊണ്ട് എത്രയും വേഗം ഈ ആനക്കൊല്ലി ആനയെ പിടിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി ജനങ്ങളുടെ ആശങ്ക അലട്ടുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പ്രതിഷേധമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതൊരു ചെറിയ അരുവിയാണ്. ഈ അരുവിക്ക് അപ്പുറം ഫോറസ്റ്റ് അതിർത്തി, കേരളത്തിന്റെ വനം അതിർത്തി തുടങ്ങുന്നതാണ്. ഈ അരുവി ഒഴുകി താഴേക്ക് എത്തുമ്പോൾ അത് ബാവലിപ്പുഴയായി അവിടെ നിന്നുള്ള മറ്റരുവികളും കൂടി ചേർന്നത് ബാവലിപ്പുഴയുടെ ഭാഗമായി മാറും. ആ ബാവലിപ്പുഴ മറികടന്ന് ആന ഫോറസ്റ്റിലേക്ക്, വനത്തിലേക്ക് കയറി എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ ടീം ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കർണാടക ഒപ്പം ഈ വെബ്സൈറ്റിൽ, അതായത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ലഭ്യമാകുന്ന വെബ്സൈറ്റ് ത്രൂ ലഭ്യമാകുന്ന ട്രാക്കിംഗ് റെക്കോർഡുണ്ട്, അതായത് സിഗ്നൽ റെക്കോർഡുണ്ട്. അത് ഉപയോഗിക്കാം. അതുകൂടാതെ കർണാടക വനം വകുപ്പുമായി നേരിട്ട് ആശയവിനിമയം നടത്തി ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങളും ഉണ്ട്. അത് വെച്ച് ട്രാക്കിംഗ് ടീം ഇതിനകം തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് വനത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. എവിടെയുണ്ട്, എത്ര ദൂരം പിന്നിട്ടുണ്ട് എന്നതൊക്കെ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ വനത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ അനുയോജ്യമായ അല്ലാത്തൊരു സാഹചര്യത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് അപ്രായോഗികമാണ്. കാരണം അവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തിനനുസരിച്ച് അങ്ങനെ അത് അപ്രായോഗികമാണ് എന്നൊരു വാദം ഏതായാലും നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഇപ്പോഴത്തെ ഒരു തീരുമാനം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരീക്ഷണം തുടരുക. അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ മയക്കുവെടിയിലേക്ക് പോവുക. അതല്ല, അത് നാഗർഹോള ഭാഗത്തേക്ക് തന്നെയാണ് നീങ്ങുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കുക. ആ നിരീക്ഷണം തുടർച്ചയായി അതേ നിലയ്ക്ക് തന്നെ തുടരുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.